ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി മുന്നോട്ട് വരുന്ന ചില വീഡിയോകൾ നമുക്ക് ആഴമായ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. അത് മനുഷ്യൻ്റെ മനസ്സും ചിന്തയും ആത്മാവുമായൊക്കെ ചേർന്ന് അധികമായി പ്രായോഗികമായി നടപ്പി വരുത്തേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വാക്യം ഒന്ന് വായിക്കാം. 2 കൊറിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളാണ്. വായിച്ചോട്ടെ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡത്തെ അനുസരിച്ച് പോരാടുന്നില്ല. ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡികമല്ല, പിന്നെയോ കോട്ടകൾ നശിപ്പിക്കുവാൻ തക്ക ദൈവിക ശക്തി ഉള്ളവ തന്നെ. ദൈവ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നുവരുന്ന എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ചു കളയുകയും ഏത് ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യുന്നു. ഒരു 3 വെർഷൻ ബൈബിളുകളിൽ കൂടെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പോൾ വായിച്ചു കേട്ട സത്യവേദ പുസ്തകം, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയ സത്യവേദ പുസ്തകം. മറ്റൊന്ന് NIBV എന്ന് പറയുന്ന ഈ ബൈബിള്. മൂന്നാമത്തേത് ഈ മാത്യൂസ് വർഗീസ് എന്ന ആൾ തർജ്ജമ ചെയ്തിറക്കിയ വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ഒരു വെർഷൻ. അങ്ങനെ 3 വെർഷനിൽ കൂടെ നമ്മൾ ചില വീഡിയോകൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുകയാണ്. ഓരോന്നിനകത്തുള്ള വാക്കുകളുടെ വ്യത്യാസങ്ങളുടേതായ അർത്ഥവ്യത്യാസങ്ങളും എല്ലാം ചേർത്ത് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. ഇതിനകത്തുനിന്ന് വായിക്കാം. ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ലോകക്കാരെ പോലെ പോരാടുന്നവരല്ല. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയാൻ തക്ക ദിവ്യശക്തിയുള്ളവയാണ്. ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ലോകക്കാരെ പോലെ പോരാടുന്നവരല്ല എന്ന് ഈ ബൈബിളിൽ എഴുതുമ്പോൾ, സത്യവേദ പുസ്തകത്തിൽ എഴുതുന്നത് ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവരെങ്കിലും ജഡക്കാരെ പോലെ പോരാടുന്നവരല്ല എന്നാണ് സത്യവേദ പുസ്തകത്തിൽ അത് എഴുതിയേക്കുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ വി വോക്ക് ഇൻ ദ ഫ്ലഷ് എന്നാണ് എഴുതിയേക്കുന്നത്. വി വോക്ക് ഇൻ ദ ഫ്ലഷ്, അതായത് ഞങ്ങൾ ജഡത്തിൽ നടക്കുന്നു എങ്കിലും അല്ലെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്നു എങ്കിലും എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്. മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ആത്മികനാണെങ്കിലും ജഡികനാണേലും അവൻ ജീവിക്കുന്നത് നടക്കുന്നത് ജഡത്തിലാണ് എന്ന് പറഞ്ഞാൽ ഫ്ലഷിലാണ്. ജഡത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ജെറമ്യായുടെ പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഇരമ്യാവ് 12:12 അവസാന ഭാഗം, അതൊന്ന് മൊത്തം ഒന്ന് വായിച്ചാട്ടെ. വിനാശകന്മാർ മരുഭൂമിയിലെ മൊട്ടക്കുന്നിന്മേലൊക്കെയും വന്നിരിക്കുന്നു. യഹോവയുടെ വാൾ ദേശത്തെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിഴുങ്ങിക്കളയുന്നു. ഒരുവനും സമാധാനം ഇല്ല. അങ്ങനെ എഴുതുന്നു. ഈ ബൈബിൾ ഇങ്ങനെ എഴുതുന്നു: കൊള്ളക്കാർ മരുഭൂമികളിലൂടെ കുന്നുകളിൽ മേലും വന്നു ചേർന്നിരിക്കുന്നു. യഹോവയുടെ വാൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നശിപ്പിക്കും. ഒരു ജഡവും സമാധാനം കാണുകയില്ല എന്ന് ഇതിനകത്ത് എഴുതിയേക്കുന്നു. മാത്യൂസ് വർഗീസിൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നു ഒരു ജഡത്തിനും സമാധാനം ഇല്ല എന്ന് എഴുതിയേക്കുന്നു. അതായത് മനുഷ്യൻ ശരീരത്തിൽ ജീവിക്കുന്ന ഈ സമയത്ത് അത് ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ജഡത്തിനും സമാധാനമില്ല എന്ന് ഈ ജെറമ്യായുടെ പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഒരു ജഡവും സമാധാനം കാണുകയില്ല. ആ ബൈബിൾ തന്നെ എഴുതിയേക്കുന്നത് ഒരു മനുഷ്യനും സമാധാനം കാണുകയായിരുന്നു. ഒരുവനും സമാധാനമില്ല. അതെത്ര ഉന്നതനാണേലും എത്ര ചെറിയവനാണെങ്കിലും ദൈവം ഒരു പ്രത്യേക ആംഗിളിൽ സമാധാനം കൊടുക്കുന്നില്ലെങ്കിൽ അവന് സമാധാനം കാണുകയില്ല. അവൻ എങ്ങനെ ജീവിച്ചാലും ചിന്തിച്ചാലും അവന് സമാധാനം ഇല്ലെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു വാക്യത്തേക്ക് നോക്കാം. അത് ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഈ ബൈബിൾ ഇങ്ങനെ എഴുതിയേക്കുന്നു, അത് വലിയ വ്യത്യാസമില്ലാതെ തന്നെ എഴുതിയേക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി യഹോവയെ വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്ന എഴുതിയേക്കുന്നത്. ഇത് വളരെ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നതിനിപ്പുറം അത് പല വീഡിയോകളിലായിട്ട് നമുക്ക് ഈ 2-3 വാക്യങ്ങളുടെ വിശദീകരണം എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വാക്യം കൂടെ വായിക്കാം. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ
കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. ഈ ബൈബിൾ എഴുതിയേക്കുന്ന സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തികച്ചും അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം പരിപാലിക്കപ്പെടട്ടെ. ആത്മാവ്, പ്രാണൻ, ദേഹം, ഇങ്ങനെ എഴുതിയേക്കുന്നത്. അതായത് ആ ശുദ്ധീകരണത്തിൻ്റെ ഓർഡർ പറയുന്നത് ശരീരം, ദേഹി അല്ലെങ്കിൽ പ്രാണൻ, ആത്മാവെന്നല്ല, ആത്മാവ്, പ്രാണൻ, ദേഹം എന്നാണ്. ഈ വചനം എഴുതി വച്ചിരിക്കുന്നത് അത് അതേ രീതിയിൽ തന്നെ വരാത്ത പക്ഷം ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഓർഡറെല്ലാം നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ മാറിപ്പോകുമെന്നുള്ളത് പ്രത്യേകമായി മനസ്സിലാക്കണം. ജഡത്തിന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. രണ്ടിലധികം അർത്ഥങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിന് ഒന്ന് ശരീരമെന്നും അത് ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ ആയ ശരീരമെന്നും, പിന്നെ നമ്മൾ ഇച്ചിരൂടെ ആഴമായി ചിന്തിക്കുമ്പോൾ ശരീരത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി നിയന്ത്രിക്കുന്ന ശരീരം എന്ന ഒരു പ്രധാന അർത്ഥം കൂടിയുണ്ട്. ബുദ്ധി നിയന്ത്രിക്കുന്ന ശരീരം. ബുദ്ധി നിയന്ത്രിക്കുന്ന ശരീരത്തെക്കുറിച്ചാണ് ഈ യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അതൊന്നുകൂടെ വായിച്ചട്ടെ. യിരെമ്യാവ് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു. അത് സ്വാഭാവികമായി തന്നെ നമുക്കതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കിയവൻ, അവൻ ഹൃദയത്തിൽ യഹോവയെ വിട്ടകലുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് അതിനകത്ത് നമ്മൾ ആഴമായി പഠിച്ചാൽ മനസ്സിലാകുന്നത്. മനുഷ്യനിൽ ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ജഡത്തെ തൻ്റെ ഭുജമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഭാഗമേ വ്യക്തമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജഡത്തെ ഭുജമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് വളരെ ചിന്തിച്ചു പോകാം. ജഡത്തെ ഭുജമാക്കുക എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക്, ദൈവം നടത്തിയ കാര്യങ്ങൾക്ക്, ദൈവം കൊണ്ടുവന്ന വഴികൾക്ക്, ദൈവം സംരക്ഷിച്ച കാര്യങ്ങൾക്ക് ഒന്നും നന്ദിയില്ലാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ പ്രോസസ്സിൻ്റെ ആദ്യ ഭാഗം. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോകുന്നതോ നടന്നു വന്നതോ സാഹചര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല എങ്കിൽ ജഡത്തെ ഭുജമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയുന്നുണ്ടെങ്കിലും അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള നന്ദിയല്ല. ദൈവം എന്നെ ഇന്നലെ വരെ നടത്തിക്കൊണ്ട് വന്ന വഴികൾ, അല്ല ഇന്ന് വരെ നടത്തിക്കൊണ്ട് വന്ന വഴികൾ നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ട ആളല്ലായിരുന്നു, ഒന്നുമില്ലായ്മയെന്ന് തുടങ്ങിയതാണ്. ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വരാമായിരുന്ന അനർത്ഥ അപകടങ്ങളിൽ നിന്നൊക്കെ ദൈവം എന്നെ കൊണ്ടുവന്നു എന്നതിൻ്റെ നന്ദി ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരാതിരിക്കും. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇത് പറച്ചിലിൽ ധാരാളം കാണുകയും ചെയ്യും. അതായത് ഹൃദയത്തിൽ നിന്ന് നന്ദി പ്രവഹിക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലളിതമായൊരർത്ഥം പറഞ്ഞാൽ, എനിക്ക് ഇന്നലകളില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നുകൾ മാത്രമേ ഉള്ളൂ. ഇന്നലകളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിലും അത് ചുമ്മാ ഒരു പറച്ചിൽ മാത്രമായിരിക്കും. ഇന്നലകളില്ല, എനിക്ക് ഇന്നുകളും നാളെകളും മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തനി അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് യിരെമ്യാവിൻ്റെ പുസ്തകം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിച്ച ജഡത്തെ തൻ്റെ ഭുജമാക്കി. മനുഷ്യനിൽ ആശ്രയിച്ച, അത് ഏത് മനുഷ്യനാണെന്ന് ചോദിച്ചാൽ വളരെ അപൂർവ ആളുകളെ ഉള്ളൂ മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കുന്നത്, മറ്റത് ആശ്രയിക്കുന്നതെന്ന് പറയുകയുള്ളൂ. സ്വാഭാവികമായി ജഡത്തെ തൻ്റെ ഭുജമാക്കി എന്ന് പറയുമ്പോൾ അത് സ്വയം മനുഷ്യനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ആലോചനകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പാകുന്നില്ലെങ്കിൽ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അസ്വസ്ഥമാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന അർത്ഥത്തിൽ ഞാൻ ജഡത്തിലാണ് എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ജഡം എന്താണെന്ന് ഒരിക്കൽ കൂടെ പറയാം. ഈ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി നിയന്ത്രിക്കുന്ന ശരീരം. ചിലരൊക്കെ പറയും നമുക്ക് ബുദ്ധി ഇല്ലെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പറയുന്നതൊക്കെ ഒരു ഭാഗമല്ല, പറയുന്നത് തന്നെ ഒരു ബുദ്ധിയിൽ നിന്ന് തന്നെയാണ്. ബുദ്ധിയൊക്കെ ഉണ്ട് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, മൃഗങ്ങൾക്ക് പോലും ബുദ്ധിയുണ്ട്. പിന്നെ ആ ബുദ്ധി കൂർമ്മത ഇല്ലെങ്കിലും ആ ഉള്ള ബുദ്ധിയും ആ ഉള്ള മനസ്സും വെച്ച് അത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തോട് ഹൃദയത്തിൽ നിന്ന് നന്ദി ഉണ്ടാവില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവർക്കൊരു വിഷയമല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഇന്നുകൾ മുതൽ നാളോട്ടേ ഉള്ളൂ. ഇന്നത്തെ കാര്യം
നാളത്തെ കാര്യം പിന്നെ ഇന്നലത്തെ കാര്യമേ ഇല്ല. അഥവാ പറയുന്നെങ്കിൽ അതിനകത്ത് കാര്യങ്ങളുമില്ല. നമുക്ക് ഈ വീഡിയോ ഇതിൻ്റെ ഈ വചനങ്ങളുടെ പല ഭാഗങ്ങൾ തിരിച്ചു പല രീതിയിൽ മുന്നോട്ട് ചിന്തിച്ചു പോകാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ, എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ ചിന്തകൾ നിയന്ത്രിക്കുന്ന ശരീരം ഉള്ള വ്യക്തികളാണെങ്കിൽ അവരെ പ്രത്യേകമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും അവരുടെ മേലെ ഇറങ്ങിയിട്ട് കർത്താവെ, ആ ചിന്ത നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവെ, യാഥാർത്ഥ്യങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തയ്ക്ക് മനസ്സ് അഴിച്ചു വിട്ട് കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവം എന്നെ കരുതും എന്നുള്ള ഉറപ്പിൽ മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.